ഇവിടെ ഈ പെൺകുട്ടി ഒരു ബീച്ചിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് അവിടെ നിന്നൊരു വാച്ച് കിട്ടുന്നത്. അവളതെടുത്ത് കയ്യിലിട്ടു. അപ്പോഴാണ് അവളുടെ ചേട്ടൻ അവിടേക്ക് വന്നിട്ട് തണ്ണിമത്തം കഴിച്ച് കുരു അവളുടെ മുഖത്തേക്ക് തുപ്പുന്നത്. അവളാണെങ്കിൽ ആ വാച്ചിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്തതും വീണ്ടും വീണ്ടും നടന്ന കാര്യങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണ അവൾ അതിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്തതും വീണ്ടും ടൈം പിന്നിലേക്ക് പോവാണ്. അങ്ങനെ അത് വെച്ച് അവളുടെ ചേട്ടൻ തുപ്പാൻ വരുന്നതിന് മുന്നേ തന്നെ അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഈ വാച്ച് കിട്ടിയത് വെച്ച് എക്സാമിൽ നല്ല മാർക്ക് കിട്ടാനായി അവൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നേരത്തെ തന്നെ വായിച്ച് ടൈം പിന്നിലേക്ക് ആക്കുകയാണ്. അങ്ങനെ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അവൾ എക്സാമിൽ നല്ല മാർക്ക് മേടിക്കുകയാണ്. എന്നാൽ അതല്ല ട്വിസ്റ്റ്, ഇതുപോലെ തന്നെ കുറേ തവണ ടൈം റിവേഴ്സ് ചെയ്തതും ഇവളുടെ ഏജ് മാത്രം കൂടി വന്നു. കൂടെ പഠിക്കുന്ന കുട്ടികളെക്കാൾ പ്രായമായ പോലെയായി. അങ്ങനെ ഈ വാച്ച് കാരണം 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഇവൾ വലിയ പെൺകുട്ടിയായി മാറിയിരുന്നു. ഇത് മനസ്സിലാക്കി അവൾ ആ വാച്ച് ഒരു ബോക്സിലാക്കി എടുത്തു വെച്ചു. എന്നിട്ട് വാച്ച് യൂസ് ആക്കാതെ അവൾ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവളുടെ അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. സഹിക്കാൻ വയ്യാതെ അവൾ വീണ്ടും ആ വാച്ച് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അവൾ വീണ്ടും 12 hours പിന്നിലേക്ക് സമയം തിരിച്ചു വെച്ചു. പലതവണ ഇവൾ ഈ ടൈം റിവേഴ്സ് ചെയ്ത് ആ ആക്സിഡൻറ്റ് തടയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവൾക്കത് തടയാൻ കഴിയുന്നില്ല. അവസാനം ഒരു സൈക്കിളെടുത്ത് അവൾ പിന്നാലെ പോയി. എന്നാൽ ഒരു കാറ് വന്ന് അവളെ ഇടിച്ചിട്ടു. അതിനുള്ളിൽ അവളുടെ അച്ഛനും അപകടം സംഭവിച്ചിരുന്നു. എന്നാൽ 100 തവണ മേലെ ഇതുപോലെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ അപകടത്തിൽ നിന്ന് അച്ഛൻ ഒരുവിധം രക്ഷപ്പെട്ടു. എന്നാൽ ആ വാച്ച് കുറേ തവണ യൂസ് ചെയ്ത് സമയം പിന്നിലേക്കാക്കി ഇവൾക്ക് വീണ്ടും പ്രായം കൂടി വന്നു. നോക്കുമ്പോൾ അവളുടെ അച്ഛനേക്കാൾ ഏറെ പ്രായമായി. അച്ഛനെ രക്ഷിക്കുക മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. അവളൊരു അമ്മൂമ്മയെ പോലെയായി മാറി. ഇവളുടെ പാരൻസിന് തന്നെ ഇവളെ ഇപ്പോൾ മനസ്സിലാവാണ്ടായി.